എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ നഗരമായ ഈ കോഴിക്കോടിൻ്റെ കടൽ തീരത്തേക്ക് സാറിന് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ബെനിഫിറ്റ് ഫ്രം ദ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്നാണ്. അപ്പം നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് സ്റ്റോറിയെ കുറിച്ച് തന്നെയാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഇതിനെ ഒന്ന് രണ്ടാക്കി തിരിച്ചിട്ട് നമുക്കൊന്ന് അതിനെ വിശകലനം ചെയ്യാം. അപ്പോൾ ഈ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിനെ ഞാനൊരു കഥയാക്കി നമുക്കതിനെ ഒന്ന് ഒരു വിഷ്വലൈസ് ചെയ്താൽ ഓക്കെ. അപ്പം ഈ ഒരു കഥ നമുക്ക് ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്, മുന്നോട്ടേക്ക് ഈ കഥ ഇനി എന്താവും, ഈ കഥയുടെ കൂടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്, ഇതായിരിക്കണം ഇന്നത്തെ നമ്മളുടെ ഒരു ചർച്ചാ വിഷയമെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു 4.5 വർഷം മുമ്പ് ഒരു വില്ലൻ, ഒരു ഭയങ്കരമായ ഒരു വില്ലൻ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, കോവിഡ്. യെസ്. പക്ഷേ ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ കയ്യിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ വന്ന് ഈ വില്ലനെ കുറേയൊക്കെ താഴ്ത്തി നമ്മൾ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു 2 പേരെടുത്ത് പറയാനായിട്ട് എനിക്ക് തോന്നിയത്, ഒന്ന് നമ്മളുടെ യുവത്വം നിറഞ്ഞ ഇന്ത്യൻ ജനസംഖ്യ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെമോഗ്രഫിക് അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാം. ഇന്ത്യയുടെ ശരാശരി ജനസംഖ്യയുടെ വയസ്സെന്ന് പറയുന്നത് 28. 65% ഇന്ത്യയിലെ ജനസംഖ്യ 35 വയസ്സിന് താഴെയാണ്. ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഒരു വയസ്സായി കൊണ്ടിരിക്കുന്ന ഒരു ഏജിങ് പോപ്പുലേഷനെ വെച്ചിട്ട് അവരൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ യുവത്വം നിറഞ്ഞ ഈ ഒരു വർക്ക് ഫോഴ്സ് നമ്മളുടെ വലിയൊരു സ്ട്രെങ്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത്തെ നമ്മളുടെ ഒരു സ്ട്രോങ് കഥാപാത്രം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡിജിറ്റൽ വിപ്ലവം, ഒരു റെവല്യൂഷൻ എന്നൊക്കെ തന്നെ പറയണം എന്ന് തോന്നണു എനിക്ക്, അല്ലേ? അതായത് നമ്മളുടെ ഒരു താഴെ തട്ടിൽ വരെ എത്തി നിൽക്കുന്ന നമ്മളുടെ മൊബൈലും ഇൻ്റർനെറ്റും ആധാറും UPIയും വലിയ രീതിയിൽ തന്നെ നമ്മളുടെ എക്കോണമിയെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? നമ്മൾ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് ഇന്ന്. അതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം, we are the fastest growing large economy in the world today. So ഈ സാറിനോടുള്ള ചോദ്യം ഇതാണ്, നമ്മുടെ ഈ കഥ ഇതുവരെ എന്നുള്ള ഒരു സിനോപ്സിസ് പറഞ്ഞിട്ട് മുന്നോട്ട് ഈ കഥ ഇങ്ങനെ ചുരുളഴിയുന്ന സമയത്ത് ഇതിൻ്റെ വേഗത കൂടുമോ, ഇതിൻ്റെ വലിപ്പം എന്തായിരിക്കും, അതിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് സാറിൻ്റെ തോട്ട്സ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കോഴിക്കോട് വരാനും ഹോർത്തൂസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും നിങ്ങളെ എല്ലാവരെയും കാണാൻ ഒരു അവസരം ഉണ്ടായതിലുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ നടന്ന വിഷയവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തൊരു വിഷയമാണ്. എന്നിട്ടും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പറഞ്ഞ പോലെ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ തന്നെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. മാത്രമല്ല ഇന്ന് ലോകത്തിൽ തന്നെ സാമ്പത്തിക രംഗത്തും നിക്ഷേപ രംഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഈ ഗ്രോത്ത് സ്റ്റോറി, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഈ സ്റ്റോറി. അത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ അവകാശവാദങ്ങൾ നമുക്കറിയാം. അതെപ്പോഴും നമ്മളൊരു വി ക്യാൻ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, എല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ്, ദ ഇക്കോണമി ദാറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം എൻ ഇക്കണോമിക് സൂപ്പർ പവർ എന്ന് പറയുന്നത് ലോകത്തിലെ തിങ്ക് ടാങ്ക്സ് ആയിട്ടുള്ള IMF, വേൾഡ് ബാങ്ക്, OECD, പിന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, അവരൊക്കെ അത് പറയുന്നു എന്ന് മാത്രമല്ല കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് അതിനെ സമർത്ഥിക്കുന്നു. അത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുനിന്ന് ഒരുപാട് പണം ഇന്ത്യയിലേക്ക് ഒഴുകുന്നു. അമേരിക്കയിലേക്കുള്ള യൂണിവേഴ്സിറ്റികളുടെ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ എൻഡോമെൻറ്റ് ഫണ്ട്, വിവിധ രാജ്യങ്ങളിലെ പെൻഷൻ ഫണ്ട്, മറ്റ് പല രാജ്യങ്ങളുടെയും സോവറിൻ വെൽത്ത് ഫണ്ട്, കുവൈറ്റിൻ്റെയും ദുബായിൻ്റെയും സിംഗപ്പൂരിൻ്റെയൊക്കെ, ഇതൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു. കാരണം ഇന്ത്യയിലത്തെ ആ അവസരങ്ങൾ അത്രയും മികച്ചതാണ് ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ നിന്നൊരു ദർ ഇസ് എ കൺസെൻസസ് റിഗാർഡിങ് ദാറ്റ്. അപ്പോൾ ഗ്രോത്ത് സ്റ്റോറി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ
ടു ഗെറ്റ് ദ ഇഷ്യൂ ഇൻ പ്രോപ്പർ പെർസ്പെക്റ്റീവ്, ഞാനൊന്ന് ചുരുക്കി അതിൻ്റെ ഒരു ചരിത്രം പറയാം. കാരണം ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, സാമ്പത്തിക വളർച്ചയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിനെ വളരെ വിപുലമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് 1950 മുതൽക്ക്, സ്വാതന്ത്ര്യത്തിന് ശേഷം 51 നമ്മൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ തുടങ്ങുന്നത്, പ്ലാനിങ് തുടങ്ങുന്നത്. അപ്പം 50 മുതൽക്ക് 80 വരെയുള്ള ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത് 80 മുതൽക്ക് 90 വരെയുള്ള രണ്ടാമത്തെ ഘട്ടം, പിന്നെ 91 നമ്മൾ തുടങ്ങിയിട്ടുള്ള ലിബറലൈസേഷൻ, അതിന് ശേഷം വന്ന എല്ലാ സർക്കാരുകളും ആ 91 ലിബറലൈസേഷൻ പോളിസി തുടർന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ 3 ഘട്ടങ്ങളിലും ഇന്ത്യൻ്റെ ഗ്രോത്ത് റേറ്റ്സ് വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. 1950, 1980 എന്നുള്ള ആ കാലഘട്ടം ഏറ്റവും കുറഞ്ഞ ഗ്രോത്ത് ആയിരുന്നു. ഇന്ത്യയെ പോലുള്ള പഴയ കോളനികൾ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള കോളനികളൊക്കെ നമ്മളെക്കാളും ഉയർന്ന നിരക്കിൽ വളർന്നപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് വളരെ കുറഞ്ഞു. കാരണം അവർ പോളിസീസ് സ്റ്റൈഫിൾഡ് ഇനീഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസ്. പാൽക്കിവാലയുടെ ഒരു ഫ്രേസ് കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഇന്ത്യ പെർഫെക്റ്റഡ് ദി ആർട്ട് ഓഫ് സ്റ്റൈഫിളിങ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്. അപ്പം അത് ഒരു തെറ്റാണെന്ന് നമുക്ക് തോന്നൽ 1980-കളിലാണ് വരുന്നത്. 80-കളിൽ രാജീവ് ഗാന്ധിൻ്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഡോസ് ഓഫ് ലിബറലൈസേഷൻ തുടങ്ങി. അപ്പോൾ 3.5% GDP ഗ്രോത്ത് 1950 to 1980. അതിൻ്റെ കണക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1950-1980 പീരീഡിൽ 3.5% GDP ഗ്രോത്ത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലെ ഗ്രോത്ത്. ആ സമയത്ത് 2.3% ആയിരുന്നു നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ 3.5 - 2.3, 1.2 മാത്രമാണ് പെർ ക്യാപിറ്റ പ്രതിശീർഷ വരുമാനം വളരുന്നത്. പ്രതിശീർഷ വരുമാനം വളർന്നാൽ മാത്രമാണ് ജനങ്ങളുടെ കയ്യിൽ കാശുണ്ടായിട്ട് അത് പല സാധനങ്ങളുടെ ഡിമാൻഡായിട്ട് മാറുള്ളൂ, കമ്പനികളുടെ റവന്യൂ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ആ പീരീഡിൽ 1.2% പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു റൂൾ ഓഫ് 72 എന്ന് പറയും. അത് ഡീറ്റെയിലിൽ പോകാൻ നമുക്ക് സമയമില്ല. 72 എന്നുള്ളതിന് ആ നമ്പറിന് വേറൊരു നമ്പറുണ്ട്. അത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റ് റിട്ടേൺ ആവാം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം വേണ്ടി വരും ആ എമൗണ്ട് ഡബിൾ ചെയ്യാൻ. ചുരുക്കി പറയുകയാണെങ്കിൽ 72 നമ്പറിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. 72 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് 6 വെച്ചോളൂ. 72 ഡിവൈഡഡ് ബൈ 6 = 12. 12 വർഷം വേണം നിങ്ങളുടെ നിക്ഷേപം ഡബിൾ ചെയ്യാൻ. നേരെ വെച്ച് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ 12%. അതിൻ്റെ കാരണം കൂടുതലുണ്ട്. ശരാശരി നോക്കുകയാണെങ്കിൽ 12 കൂട്ടിക്കോളൂ ഒരു കൺസർവേറ്റീവ്. 72 ഡിവൈഡ് ബൈ 12 = 6 വർഷം കൊണ്ട് ഡബിൾ ചെയ്യും. ഇതേ റൂൾ ഓഫ് 72 പെർ ക്യാപിറ്റ ഇൻകത്തിനും ബാധകമാണ്. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ പഴയ 1.2 പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത്, 60 വർഷം വേണം പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ചെയ്യാൻ. അതായത് 2 തലമുറയിലെ പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ചെയ്യുന്നില്ല. അതെനിക്കറിയാം. എൻ്റെയൊക്കെ അമ്മയുടെയും അല്ലെങ്കിൽ അമ്മൂമ്മയുടെയൊക്കെ തലമുറയിൽ ജീവിതം 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഒന്നും യാതൊരു മാറ്റമില്ല. ആളുകൾക്ക് കാറ് യാതൊന്നുമില്ല, ലക്ഷറിയും കംഫർട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇനി ഭാവിയിൽ ഇപ്പോൾ നമ്മൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഉത്തര പറഞ്ഞ പോലെ നമ്മൾ 7% GDP ഗ്രോത്ത്, അത് 8%ലേക്ക് പോവും അടുത്ത് തന്നെ. 8% GDP ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ഡിക്ലൈനിങ് ടു 0.8. അപ്പോൾ 8% GDP ഗ്രോത്ത് -0.8% പോപ്പുലേഷൻ ഗ്രോത്ത് = 7.2% പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത്. അപ്പോൾ പ്രതിശീർഷ വരുമാനം 7.2% വർദ്ധിക്കുമ്പോൾ അഗൈൻ അപ്ലൈ ദ റൂൾ ഓഫ് 72 ഡിവൈഡ് ബൈ 7.2 = 10. ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നത് 10 വർഷത്തിൽ ഡബിൾ ചെയ്യണു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 40s, 50s, 60s കോഴിക്കോട് ഈ റോഡിൽ കൂടെ വരികയാണെങ്കിൽ കാറ് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടേ കാണുണ്ടാവുള്ളൂ അല്ലേ? ഇപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത സിറ്റുവേഷനാണ്. അതാണ് ആ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ഇൻ ദ മാർക്കറ്റ്സ്, ഇൻ ദ റവന്യൂ, പ്രോഫിറ്റബിലിറ്റി ഓഫ് കമ്പനീസ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ഒരു 1991 ശേഷം ലിബറലൈസേഷന് ശേഷമുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി, നെക്സ്റ്റ് ഓൺലി ടു ചൈന. 91 ശേഷമുള്ള പീരീഡിൽ ഭാവിയിൽ ഇപ്പോൾ നമ്മൾ വി ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്. ചൈന ഒരു സ്ട്രക്ചറൽ ഡിക്ലൈനാണ്. ദേ ആർ ഫാർ അഹെഡ് ഓഫ് ഇന്ത്യ ഇൻ GDP ഗ്രോത്ത്. പക്ഷേ അവർക്ക് കുറേ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അടുത്ത കുറേ വർഷം ഇന്ത്യയിലും ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. അപ്പോൾ 1932 ആകുമ്പോൾ തന്നെ ഇന്ത്യയിൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ GDP 3.9, 4 എന്ന് വെച്ചോളൂ. 4 ട്രില്യൺ എന്നുള്ളത് 8 ട്രില്യൺ ആവും.
നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഞാൻ കൂടുതൽ സാങ്കേതിക ആക്കുന്നില്ല, കാരണം പിന്നെ ഓഡിയൻസിൽ എത്ര പേർക്ക് ടെക്നിക്കൽ കൺസെപ്റ്റ്സ് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാർക്കറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള $5 ട്രില്യൺ, 5.3 എന്നുള്ളത് 10 ട്രില്യനായിട്ട് ഡബിൾ ചെയ്യും. അതായത് അടുത്ത 8 വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യൂ, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഉണ്ടാകുന്ന വെൽത്ത് ക്രിയേഷൻ, സ്റ്റോക്ക് മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. ആ വെൽത്ത് ക്രിയേഷൻ കഴിഞ്ഞ അടുത്ത 8 വർഷത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയിട്ടുള്ള ഈ 75 വർഷത്തിനേക്കാളും കൂടുതലായിരിക്കും. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അതാണ് സ്റ്റോറി. ആ സ്റ്റോറി കണ്ടിട്ടാണ് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി എൻഡോമെൻറ്റ് ഫണ്ടും സോവറിൻ ഫണ്ടും പെൻഷൻ ഫണ്ട്സൊക്കെ ഇന്ത്യയിൽ വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മുടെ മൊത്തം ജനസംഖ്യേൻ്റെ ഒരു 3% സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വർക്ക് ഫോഴ്സിൻ്റെ 10%-ലും താഴെ മാത്രമാണ് ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിനെക്കുറിച്ചിട്ടുള്ള അത് കേരളത്തിൽ നോക്കാൻ വെച്ചാൽ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ഇപ്പോഴും വളരെ പുറകിലാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ്സിനെ നമ്മൾ അത് വെച്ചിട്ട് ഗേജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അസറ്റ്സ് നമ്മൾ 50 ലക്ഷം കോടി എത്തിയല്ലേ. ആ സമയത്ത് കേരളം 50,000 കോടിയായിരുന്നു. അതായത് നമ്മൾ 1% ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് അസറ്റ്സ് കേരളം മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2.5% കേരളത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ ഈ 1% മ്യൂച്വൽ ഫണ്ട് അസറ്റ്സ്. പക്ഷെ അതിലൊരു ചെറിയൊരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം ഇന്നത്തെ നിലവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ 50-ന്ന് 68 കൂടി, ഇപ്പം നമ്മൾ 50-ന്ന് 86 കൂടി. ഈ 1 എന്നുള്ളത് ഇപ്പോൾ ഒരു 1.25% മാറിയിട്ടുണ്ട്. ആസ് എ പെർസെൻറ്റേജ് ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഈ മലയാളികൾ ശരിക്കും ഈ ഒരു ഈക്വിറ്റി കൾച്ചറിലേക്ക് ഒന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ് വി ആർ ഗ്രോയിങ് നൗ ഫാസ്റ്റർ എന്നുള്ള ഒരു വിഷയം. അപ്പം തീർച്ചയായിട്ടും സാറേ, ഇപ്പം സാറ് പറഞ്ഞു നമ്മൾ ഇവിടെ മലയാളികളുടെ നമ്മളുടെ ഒരു സാമ്പത്തിക സാക്ഷരത അല്ലേ, നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് ഇവിടെ കിടക്കാമെന്ന് തോന്നുന്നു. അപ്പം ഇന്ത്യ, സാറ് പറഞ്ഞതിൽ വളരെ ക്ലിയർ ആണ്, ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്നുള്ളത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ കമ്പല്ലിങ് സ്റ്റോറി. ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ദർ ഇസ് ലോട്ട് ഓഫ് വെൽത്ത് ടു ബി ക്രിയേറ്റഡ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, അതായത് ഇപ്പം നമ്മൾ ക്ലയൻസുമായിട്ടുള്ള ഇടപെടുന്ന ഒരു ഇതിൽ നിന്ന് മലയാളിയുടെ ഒരു സാമ്പത്തിക ശീലങ്ങളിൽ അല്ലേ, പ്രധാനമായിട്ടും ഞാൻ ഇതുവരെയുള്ള കണ്ടിട്ടുള്ള ഒരു വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അതിൽ വരുന്ന ഓരോ അസറ്റ് ക്ലാസ്സസ് നമുക്ക് എടുത്ത് നോക്കാം. എന്നിട്ട് അതും ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത് ചിട്ടിയാണ്. എനിക്ക് തോന്നുന്നു മലയാളികളിൽ ബഹുഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു നിക്ഷേപമാണ് ചിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിട്ടിയിൽ പറയുമ്പോൾ അത് ഒരു നല്ല സേവിങ് ആയിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് ശരിയായ രീതിയിൽ ചെയ്താൽ ചെറിയൊരു റിട്ടേൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇതൊരു വെൽത്ത് ക്രിയേഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിക്ക് നാളെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളർന്നാലും ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. രണ്ടാമത്, മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാമ്പത്തികം, അതായത് ഒരു നിക്ഷേപം, ഒരു ഫീൽഡാണ് ഗോൾഡ്. ഓക്കെ, ഇപ്പം സ്വർണം വില വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ മലയാളികളുടെ നിക്ഷേപം രീതി തെറ്റി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയമായ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയും സ്വർണത്തിൻ്റെ വില കയറ്റവും തമ്മിൽ ബന്ധമില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു റിവേഴ്സ് കണക്ഷനാണ് ശരിക്കും വരുന്നത്. കാരണം സ്വർണത്തിൻ്റെ വില ഇന്ത്യയിൽ കൂടാനുള്ള ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് രൂപയുടെ മൂല്യം കുറഞ്ഞതും കൂടിയാണ്. അതായത് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് കൂടി, അത് ശരി, പക്ഷെ രൂപയുടെ മൂല്യം ഇത്രയും കാലം കൊണ്ട് കുറഞ്ഞു വന്നതും കൂടിയാണ് സ്വർണത്തിൻ്റെ വില കൂടാനുള്ള ഒരു കാരണം. അതുകൊണ്ട് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയും സ്വർണത്തിന് വില കയറ്റവും തമ്മിൽ ബന്ധമൊന്നുമില്ല. പിന്നെ മൂന്നാമതൊരു കാര്യം, എല്ലാവർക്കും ഇവിടെ പലർക്കും ഇഷ്ടപ്പെട്ടൊരു ബാങ്ക് FD ആണ്. വീണ്ടും പറയുന്നു, ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയും ബാങ്ക് FD ആയിട്ട് ഒരു ബന്ധമില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ അഭിപ്രായത്തിൽ പലിശ നിരക്കുകൾ കുറയാനാണ് പോകുന്നത്, അല്ലാതെ കൂടാനല്ല പോകുന്നത്, കുറയാനാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നാലാമത് മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. എൻ്റെ അടുത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കുറേ റിസ്ക് അതിലുണ്ട്. അതായത് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് പോയി വാങ്ങാൻ പറ്റിയ സംഭവമൊന്നും അല്ലല്ലോ ഒരു ഭൂമിയോ അല്ലെങ്കിൽ വീടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പറ്റിയതല്ല. പിന്നെ പറ്റിയാൽ തന്നെ അതിൻ്റെ ഇല്ലിക്വിഡിറ്റി ഫാക്ടർ ഒരുപാട് കൂടുതലാണ്. പിന്നെ വേറൊരു വിഷയം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, ഞാനൊരു ഭൂമി വാങ്ങിയിട്ട് കുറേ കാലം കഴിഞ്ഞ് ഞാൻ വിൽക്കുമ്പോൾ പലരും
വളരെ ഖേദകരമായി മനസ്സിലാക്കുന്ന ഒരു വിഷയം, ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് കറുത്ത നിറമുള്ള പണമായിരുന്നു എന്ന് വരെ ആളുകൾക്ക് അത് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വെൽത്ത് ക്രിയേഷൻ സ്റ്റോറിയിൽ ഈ നാലും അവിടെ സെറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് ശരിയാണത്. പ്രത്യേകിച്ച് മലയാളികളുടെ ഈ സാമ്പത്തിക ധനകാര്യ പെരുമാറ്റത്തിനെ വളരെ ക്ലോസ് ആയിട്ട് ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് ഇതേവരെ കേൾക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നാം. മലയാളികൾ നമുക്കറിയാം, നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചികയിൽ ഇന്ത്യയിൽ അത് ഉണ്ടാക്കാൻ തുടങ്ങിയ മുതൽക്ക് വി ആർ നമ്പർ 1 ഇൻ ദ കൺട്രി. അത് ലിറ്ററസി ആയാലും അതിൽ നിന്ന് ഫീമെയിൽ ലിറ്ററസി ആയാലും വളരെ പ്രധാനപ്പെട്ടതാണ്. മെയിൽ ഫീമെയിൽ റേഷ്യോ ആയാലും, ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർ ദൈർഘ്യമായാലും, ശിശുമരണ നിരക്ക്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി, ഇതിലൊക്കെ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ലെവലിൽ കേരളം എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫൈനാൻസിലേക്ക് വരുമ്പോൾ, ഫൈനാൻഷ്യൽ ബിഹേവിയറിൽ വരുമ്പോൾ, കേരള ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് വാട്ട് എ സ്റ്റേറ്റ് ഷുഡ് നോട്ട് ബി. നമ്മൾ കേരള മോഡൽ എന്ന് പറയില്ലേ, ഫൈനാൻസിൽ കേരള ഈസ് എ മോഡൽ ഓഫ് വാട്ട് എ സ്റ്റേറ്റ് ഷുഡ് നോട്ട് ബി. അതിനുള്ള കാരണം ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിൽ മലയാളികൾ ലോട്ടറി വാങ്ങിയത് എത്ര അറിയോ? ആർക്കൊരു വല്ല ഐഡിയ ഉണ്ട് അതിനെക്കുറിച്ചിട്ട്? 75,000 കോടി രൂപ. ഇപ്പോൾ എല്ലാ വർഷവും 10,000 കോടി രൂപയാണ്. ഇന്ത്യയിൽ നമ്പർ 1. 10 സംസ്ഥാനങ്ങളിലെ ലോട്ടറിയുള്ളൂ. മറ്റ് പല സംസ്ഥാനങ്ങളിലും ആളുകളുടെ കാശ് പോണ ഏർപ്പാടാണല്ലോ. അത് കാരണം അത് എൻകറേജ് ചെയ്യില്ല. കേരളത്തിന് ഇപ്പോൾ സർക്കാരിൻ്റെയും പ്രധാനമായിട്ടുള്ള വരുമാന മാർഗ്ഗം ഇത് കാരണം ജനങ്ങളുടെ അഡിക്ഷൻ, 2 സാധനങ്ങളോടാണല്ലോ അഡിക്ഷൻ ഉള്ളത്. വിശദാംശങ്ങളിലേക്ക് പോണില്ല. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ 75,000 കോടി രൂപയാണ് മലയാളികൾ ലോട്ടറി വാങ്ങാൻ ചിലവാക്കിയത്. അപ്പോൾ 99%, 99.99 പോയി. ഇപ്പോൾ കഴിഞ്ഞ 72 ലക്ഷം ആൾക്കാരാണ് ലോട്ടറി വാങ്ങിച്ചത്. അതിൽ 4 ആൾക്കാർക്ക് 5 ആൾക്കാർക്കാണ് കാശ് കിട്ടുന്നത്, ബാക്കി മുഴുവനും പോയി. അതേ സമയത്ത് കഴിഞ്ഞ 60 നമ്മൾ യൂണിറ്റ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് ഉത്തരം പറയുണ്ടായി. ഹിസ്റ്റോറിക്കലി കൺസിസ്റ്റൻ്റ്ലി പെർഫോമിങ് മ്യൂച്വൽ അസറ്റ് ക്ലാസ് ആണ് മ്യൂച്വൽ ഫണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു വൈദഗ്ധ്യവും സമയവും വേണം. അതില്ലാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ അവസാനം കൂടുതൽ പറയാം. ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ചില ആൾക്കാർ സ്വർണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാ പറയുന്നത്, സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഇടിവുണ്ടാവുന്നില്ലല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവില്ല. അത് ശരിയാണ്, ഷോർട്ട് ടേമിൽ ആ ഇടിവൊക്കെ ഉണ്ടാവും. പക്ഷേ ലോങ് റണ്ണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്: ഈച്ച് ടോപ്പ് ഹയർ ദാൻ ദ പ്രീവിയസ് ടോപ്പ്, ഈച്ച് ബോട്ടം ഹയർ ദാൻ ദ പ്രീവിയസ് ബോട്ടം. അതതിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കിനെ കൊടുത്തേ. അപ്പോൾ 75,000 കോടി രൂപ ഈ ലോട്ടറിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള മലയാളികൾ കഴിഞ്ഞ 60 വർഷക്കാലത്ത്, 1964 യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ യൂണിറ്റ് 64 തുടങ്ങുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി സ്കീമിൻ്റെ മാത്രം ഞാൻ പറയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി സ്കീമിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 68,000 കോടി രൂപ, 67,863. ലോട്ടറിയേക്കാളും താഴെ. അതെ, ലോട്ടറിയിൽ. അതായത് ബെസ്റ്റ് പെർഫോമിംഗ് അസറ്റ് ക്ലാസ് ഇൻ ഇന്ത്യ ലാസ്റ്റ് 10 years, 20 years, 30 years, 40 years എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമിംഗ് അസറ്റ് ക്ലാസ് സ്റ്റോക്സ്. 1979 സെൻസെക്സ് എന്നുള്ള ഇൻഡെക്സ് 100 ആയിരുന്നു, ഇപ്പോൾ 80,000 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ CAGR, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 16%. ഈ 16% വാർഷിക ഗ്രോത്ത് റേറ്റ് ചില വർഷങ്ങളിൽ 0 ആവും കേട്ടോ, ചില വർഷങ്ങളിൽ 4 ആവും, ഒരു 5 വർഷത്തിലൊരിക്കൽ നെഗറ്റീവ് ആവാം. പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ, കഴിഞ്ഞ ഒക്ടോബർ മുതൽക്ക് ഈ നവംബർ നോക്കിയാൽ 26% വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ആവറേജ് ആണ് എടുക്കേണ്ടത്. 16% എന്നുള്ള ഒരു റിട്ടേൺ ആണ്. വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവും, വളരെ ഭീമമായിട്ടുള്ള റിട്ടേൺ ആണ് കോമ്പൗണ്ടിങ്ങിലൂടെ ലോങ് റണ്ണിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ബെസ്റ്റ് പെർഫോമിംഗ് അസറ്റ് ക്ലാസ്സിൽ നമ്മൾ ആകെ നിക്ഷേപിച്ചിരിക്കുന്നത് 68,000 കോടി രൂപ. കഴിഞ്ഞ 10 വർഷത്തിൽ ലോട്ടറിയിൽ കളഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ 75,000 കോടി രൂപ. അപ്പോൾ ദിസ് ഇസ് നേരത്തെ പറഞ്ഞ പോലെ, ഉത്തര പറഞ്ഞ പോലെ, ഫൈനാൻഷ്യൽ ഇല്ലിറ്ററസിയാണ്. വി ഹാവ് ലിറ്ററസി. മലയാളീസ് ആർ നമ്പർ 1 ഇൻ ലിറ്ററസി, ബട്ട് വി ആർ വേ ബാക്ക് ഇൻ ഫൈനാൻഷ്യൽ ലിറ്ററസി. അതുകൊണ്ടാണ് ഈ ലോട്ടറിയിൽ നമ്പർ 1, മ്യൂച്വൽ ഫണ്ട്സിൽ ബെസ്റ്റ് പെർഫോമിംഗ് അസറ്റ് ക്ലാസ്സിൽ വി ആർ നോട്ട് ഈവൻ ഇൻ ദ ടോപ്പ് 10. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രാഡിക്ഷൻ. അതുകൊണ്ട് ഞാൻ ഈ പോയിന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ വി ആർ എ മോഡൽ വർതി ഓഫ് എമുലേഷൻ. അതർ സ്റ്റേറ്റ്സ് ക്യാൻ ഫോളോ അസ്, ബട്ട് ഇൻ ഫൈനാൻസ് വി ആർ എ വെരി ഗുഡ് മോഡൽ ഓഫ് വാട്ട് എ സ്റ്റേറ്റ് ഷുഡ് നോട്ട് ബി, വാട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷുഡ് നോട്ട് ബി.
അതിന് കൂടെ ഞാനൊരു ചോദ്യം കൂടെ നേരത്തെ ഉത്തരം പറഞ്ഞതിൻ്റെ ഒരു സീക്വൻസ് ആയിട്ട് ചോദിക്കാം. യു ഹാവ് മോർ ദാൻ 25 years, more than quarter century ഓഫ് എക്സ്പീരിയൻസ് ഡീലിംഗ് വിത്ത് ഇൻവെസ്റ്റേഴ്സ്. അപ്പം അത് കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 4 വർഷത്തിൽ പോസ്റ്റ് കോവിഡിലാണ് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പ് നമ്മുടെ ട്രഡീഷണൽ ഫോംസ് ഓഫ് ചിട്ടീസ് അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് അറിഞ്ഞു വരുന്നുണ്ടോ? സ്ത്രീകൾ കൂടുതലായിട്ട്, ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എനിക്കറിയാവുന്ന കുറേ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അവരുടെ മക്കളും ഒക്കെ ഉള്ള ഹൈലി എഡ്യൂക്കേറ്റഡ്, നോട്ട് ജസ്റ്റ് എഡ്യൂക്കേറ്റഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡീസ് തന്നെ, പ്രൊഫഷണൽസ്. വെൻ ഇറ്റ് കംസ് ടു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത് ഹസ്ബൻഡ് ചെയ്തോളും, അല്ലെങ്കിൽ അത് ബ്രദർ ചെയ്തോളും. കുറച്ചുകൂടെ സീനിയർ ആയി കഴിഞ്ഞാൽ മൈ സൺ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. ഈവൻ ഹൈലി ക്വാളിഫൈഡ് പീപ്പിൾ ഇൻക്ലൂഡിങ് എക്കണോമിക്സ് പ്രൊഫസേഴ്സ് ആർ ലീവിങ് ഇറ്റ് ടു ദെയർ സൺസ് ഓർ ബ്രദേഴ്സ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്? ഞാനിപ്പം ഈ ബിസിനസ് ഇപ്പം സാറ് പറഞ്ഞു 27 വർഷമായിട്ട് ഞങ്ങൾ കോഴിക്കോടാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തുടക്കത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ കോഴിക്കോടുള്ള ചെറിയതാണെങ്കിലും ഗുജറാത്തി മാർവാടി കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഞങ്ങളുടെ മേജർ ക്ലയൻസ് ഒരുപാട് കാലത്തേക്ക്. ബാക്കിയുള്ളവരാരും ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ മ്യൂച്വൽ ഫണ്ട് ആർക്കും അവരുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെ അത് അവർക്ക് അതൊരു ദാറ്റ്സ് ഇൻ ദെയർ ബ്ലഡ്. അത് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ മോളെ കൊണ്ടുവരും, ഒരു ഡിമാറ്റ് കൊണ്ട് തുറപ്പിക്കും, SIP സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. വേറെ നമ്മുടെ ഇടയിൽ ആ ഒരു ഇക്വിറ്റി അവയർനെസ് എന്ന് പറഞ്ഞാൽ വളരെ 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 പിന്നോട്ടായിരുന്നു, ഒരു സംശയമില്ല. എനിക്ക് തോന്നിയത് ആദ്യം ഡിമോണിറ്റൈസേഷൻ വന്നപ്പോഴാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു ബൂസ്റ്റ് വന്നത്. ആളുകൾക്ക് മനസ്സിലായി, ഓക്കെ ഇതിപ്പോൾ ക്യാഷ് ഒന്നും ഇല്ലാതെ തന്നെ ഈ സിസ്റ്റംസ് കുറച്ച് നല്ലതാണ്, ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് എ വെരി വെൽ റെഗുലേറ്റഡ്, നല്ലതാണെന്ന് അപ്പോൾ ഒരു ചെറിയൊരു ബൂസ്റ്റ് വന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബൂസ്റ്റ് വന്നത് അപ്പോഴാണ്. പക്ഷെ ഒരു കാര്യം അതിലുണ്ട്, മാർക്കറ്റ് അതിനുശേഷം വൺ സൈഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 85% പുതുതായിട്ട് കയറി വന്ന ആൾക്കാരും ഒരു നെഗറ്റീവ് ഇയർ പോലും കണ്ടിട്ടില്ല. ബെയർ മാർക്കറ്റ് എന്താണെന്ന് അറിയില്ല. ദേ ആർ ഇൻ ഫോർ മേ ബി സം സർപ്രൈസസ്, വി ഡോണ്ട് നോ. ബട്ട് സ്റ്റിൽ സാറ് ചോദിച്ച ചോദ്യത്തിന് ഐ തിങ്ക് ദർ ഇസ് എ കൾച്ചർ ഷിഫ്റ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ. റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഒരു വിഷയം നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റമുണ്ട്. പീപ്പിൾ വോണ്ട് ടു നോ ഹൗ ക്യാൻ ഐ മാനേജ് മൈ പേഴ്സണൽ ഫൈനാൻസ് വെൽ എന്നുള്ളത് ചോദിച്ച ആളുകൾ വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം, സ്ത്രീകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് ആദ്യമായിട്ട് ജോലിക്ക് കയറിയ പെൺകുട്ടികൾ വരെ, അല്ലെങ്കിൽ കുറച്ച് പ്രായമായ സ്ത്രീകളും. ഇത്രയും കാലം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചോദിച്ചില്ല. സാറ് പറഞ്ഞ പോലെ എന്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഭർത്താവിന് കൊടുക്കും, അത്രേ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇനി ഞാൻ അങ്ങനെ ആയാൽ പറ്റില്ല. പെൺകുട്ടികളായാലും അവർ, നമുക്കറിയാം മലയാളികൾ വളരെ ധൈര്യപ്പെട്ട് പുറം രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കുന്നു, സമ്പാദിക്കുന്നു. പലരും വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ദേ മെസ്ഡ് അപ്പ് ദെയർ ഫൈനാൻസ്, ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ പറഞ്ഞു വരുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതെന്തായാലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം വെൽത്ത് ക്രിയേഷൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു, കുറേ ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നു. എല്ലാവരും വരുന്നത് ഒരു ശരിയായ രീതിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ഐ വോണ്ട് ടു ജസ്റ്റ് മെൻഷൻ എ പോയിന്റ്, വേർ ഷുഡ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് കം ഇൻ യുവർ പേഴ്സണൽ ഫൈനാൻസ് പ്രയോറിറ്റി? ഓക്കെ, അത് ആദ്യം തന്നെ കയറി ചെയ്യേണ്ട ഒരു വിഷയമാണോ? അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതായത് ഞാൻ പറയും, നമ്മളുടെ ഒരു പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റിന് നമ്മളൊരു വീടായി വിഷ്വലൈസ് ചെയ്താൽ ആ വീടിൻ്റെ ഫൗണ്ടേഷനിലേക്ക് പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ബേസിക് ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മുടെ ഫാമിലിയെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, ഒരു എമർജൻസി ഫണ്ട് വേണം നമുക്ക്. പിന്നെ ഷോർട്ട് ടേം, ഞാൻ പറയും ചെറിയ മുറികൾ, അവിടേക്ക് നമുക്ക് വേണ്ട ഒരു ഫിക്സ്ഡ് ഇൻകം, വലിയ റിസ്ക് ഒന്നും വോളറ്റിലിറ്റി ഇല്ലാത്ത ചില ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമ്മൾ ഇട്ട് പോകണം. എന്നിട്ട് വേണം നമ്മൾ കുറച്ച് ലോങ് ടേമിലേക്ക് ചിന്തിക്കാനും. ആ വീടിന് ഒരു മേൽക്കൂര സ്ട്രോങ് ആയിട്ട് വേണം നമുക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്. അതാണ് ആ മേൽക്കൂര. പല ചെറുപ്പക്കാരുടെയും പ്രശ്നം ഫൗണ്ടേഷനും റൂഫും ഒന്നും ഇല്ലാതെ നേരെ വലിയ വലിയ മുറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വീട് കൊലാപ്സ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു പ്രയോറിറ്റിയിൽ പോയിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ കേൾക്കുന്ന ഒരു ഇതാണ് ഫയർ, അല്ലെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി എന്ന് പറയും. ഞാൻ പറയും ഫയർ ക്യാൻ ബാക്ക് ഫയർ ഇഫ് യു റിയലി ഡോണ്ട് ഫോളോ ദറ്റ് പ്രൊസീജിയർ ഓർ അതർ ദ പ്രയോറിറ്റി ഓഫ് ഹൗ യു ഷുഡ് മാനേജ് യുവർ മണി. അപ്പം
അപ്പൊ സാറ് ഏതായാലും ഒരുപാട് ജിയോജിത്തിന്റെ ഒരു ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടും 40 വർഷത്തെ ഒരു ഇൻവെസ്റ്റർ ഒരു എക്സ്പീരിയൻസ് സാറിനുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു സംസ്ഥാനങ്ങളിൽ സാറ് ക്ലാസ്സസ് എടുക്കാറുണ്ട്. വാട്ട് ആർ ദ ടിപ്പിക്കൽ മിസ്റ്റേക്സ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡു? സാറിന്റെ അഭിപ്രായത്തിൽ സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ 1980s തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. 84 അന്ന് കാര്യമായിട്ട് പണമൊന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ, ചെറുതാണ് എങ്കിലും. ഐ സ്റ്റാർട്ടഡ് ഇൻ 1984. അന്ന് BSE സെൻസെക്സ് 320 340 ലെവലിലാണ്, ഇപ്പോൾ 80,000 എന്നുള്ളത്. അപ്പം അതിനുശേഷമുള്ള ഒരുപാട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ടെർമോയിൽ, ഇന്ദിരാഗാന്ധിൻ്റെ അസാസിനേഷൻ, രാജീവ് ഗാന്ധിൻ്റെ അസാസിനേഷൻ, കമ്മ്യൂണൽ റൈറ്റ്സ്, ബാബറി മസ്ജിദ് ഇഷ്യൂ, പിന്നെ കാർഗിൽ വാർ, നാച്ചുറൽ കലാമിറ്റീസ്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ 2000 പിന്നെ ക്രൈസിസ്, 2008 ക്രൈസിസ്. പക്ഷേ എനിക്ക് കൂടുതൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ജിയോജിത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയ്ക്ക് ഐ ഹാവ് ട്രാവൽഡ് വൈഡ്ലി ഇൻ ഇന്ത്യ ആൻഡ് ഒക്കേഷണലി ടു ദ മിഡിൽ ഈസ്റ്റ്. അവിടെ പോയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റർ കോൺഫറൻസസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്, പബ്ലിക്കിന്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പബ്ലിക്കിനെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്ന് ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ തന്നെ പറഞ്ഞ് അന്ന് SIP ചെയ്തിട്ട് വലിയ റിട്ടേൺസ് കിട്ടിയിട്ടുള്ള ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ, ഒരുപാട് ഇൻവെസ്റ്റർ കോൺഫറൻസസ് ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള അനുഭവത്തിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഒരു പ്രധാനമായിട്ടുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ റീറ്റെയിൽ ഇൻവെസ്റ്റർ, ചെറുകിട നിക്ഷേപകർ ഓഹരി വിപണിയിലേക്ക് വരുന്നത് വിപണീൻ്റെ ആ ഒരു പീക്കിലാണ്. വിപണീൻ്റെ പീക്ക് എത്തുന്ന സമയത്ത് പത്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് സ്റ്റോറീസ് വരും. ഓഹരി വിപണിയിൽ ഇത്രയധികം ഉയർച്ചയുണ്ടായി, നിക്ഷേപകർക്ക് ഒരുപാട് പണം കിട്ടി, കോടിക്കണക്കിന് പണം ഉണ്ടായി. കോടിക്കണക്കിന് പണം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളതാണ് അനുഭവം കേട്ടോ. അത് ആളുകൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. എങ്കിലും ഒരു ചിട്ടയോടെ സിസ്റ്റമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് ലൈഫ് ടൈമിൽ തന്നെ ക്രോഴ്സിൻ്റെ വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അനുഭവം കേട്ടോ. ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത് മിസ്റ്റേക്സ് വിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കമ്മിറ്റ്. അവർ മാർക്കറ്റ് ഏറ്റവും പീക്കുള്ള സമയത്ത് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നു. പിന്നെ മാർക്കറ്റ് വളരെ സൈക്ലിക്കലാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്കറ്റിൽ നല്ല ക്രാഷ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കറക്ഷൻ ഉണ്ടാവുന്നു. മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുമ്പോൾ മീഡിയ ഒക്കെ അതിനെ സെൻസേഷണലൈസ് ചെയ്യും. മീഡിയയ്ക്ക് എപ്പോഴും സെൻസേഷണലൈസേഷൻ വളരെ ഇഷ്ടമാണല്ലോ. ഒരു 1.5% മാർക്കറ്റ്, 2% മാർക്കറ്റ് കറിയുമ്പോൾ ഓഹരി വിപണി തകർന്നടിഞ്ഞു. അതെ, കുറച്ചായിട്ട് ഇങ്ങനെ 100-ന്ന് 200 എത്തുമ്പോൾ അത് ന്യൂസ് പറയില്ല. 200-ന്ന് ഒരു 5 ഇറങ്ങുമ്പോഴേക്കും ഇടിഞ്ഞ് തകർന്നു എന്ന് പറയുമ്പോൾ അപ്പൊ മാർക്കറ്റിനോട് പരിചയമില്ലാത്ത ആളുകൾ അത് മാത്രമേ ആൾക്കാരെ അറിയുള്ളൂ. ആൾക്കാർ മാത്രമേ അറിയുള്ളൂ. അപ്പൊ പീക്കിൽ കയറുന്നു, പിന്നെ മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ പേടിച്ചിട്ട് അതിൽ നിന്ന് പോണു. അതാണ് പ്രധാനമായും മിസ്റ്റേക്ക്. അത് ചെയ്യരുത്. യു ഷുഡ് ഇൻവെസ്റ്റ് ഫോർ ദ ലോങ് ടേം. ഇപ്പം അടുത്ത കാലത്ത് ഇക്കണോമിക് ടൈംസിൻ്റെ ET നടത്തിയിട്ടുള്ളൊരു സർവേയിൽ കണ്ടിട്ടുള്ള കാര്യം, ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സിൽ, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, മ്യൂച്വൽ ഫണ്ട് ഇസ് ഡിഫറെൻറ്റ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് കുറേ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ എ ഡിഫറെൻറ്റ് ലോട്ട്. അവരുടെ ഹെൽത്തി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ 90% ഒരു വർഷത്തെ ടൈം ഹൊറൈസണേ ഉള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ സാധനം വിറ്റ് കാശാക്കണം എന്നുള്ളതൊക്കെയാണ്. 90%. 5% ഒരു വർഷം മുതൽക്ക് 3 വർഷം വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസണിൽ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരാണ്. 5% മാത്രമാണ് 3%-ലും കൂടുതൽ, 5 വർഷത്തിനേക്കാളും 3 വർഷത്തിനേക്കാളും കൂടുതൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ആൻഡ് ദീസ് ആർ ദി പീപ്പിൾ ഹു മേക്ക് മണി. പീപ്പിൾ ഹു ഇൻവെസ്റ്റ് വിത്ത് എ ലോങ് ടേം ഹൊറൈസൺ ഓഫ് മോർ ദാൻ 3 years. 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷമൊക്കെ, 20 വർഷം മുമ്പ് SIP ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പിന്നീട് പോർട്ട്ഫോളിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അത്ഭുതം തോന്നും. കാരണം ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് നിന്നോ ഗോൾഡിൽ നിന്നോ, നല്ല പെർഫോം ചെയ്തിട്ടുള്ള ഗോൾഡിൽ നിന്നോ കിട്ടിയതിനേക്കാളും സെവറൽ ടൈംസ് ആണ് മ്യൂച്വൽ ഫണ്ട് SIPs. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് അവയർനെസ് ഇല്ല എന്ന് ഉത്തര പറഞ്ഞു. സാധാരണക്കാർ മാത്രമല്ല, ഞാൻ കോളേജിൽ 32 കൊല്ലം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അതിന് ശേഷമാണ് ഈ പ്രൊഫഷണൽ ഫീൽഡിലേക്ക് വന്നത്. കോമേഴ്സ്, ഇക്കണോമിക്സ് ആൾക്കാർക്ക് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണല്ലോ. പക്ഷെ പ്രാക്ടിക്കൽ ഫീൽഡിൽ 95% ഇല്ല.
അവർ 10 കൊല്ലം പഴക്കമുള്ള സിലബസ് ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിച്ച് അതിൻ്റെ നോട്ട്സൊക്കെ കൊടുത്തിട്ട് പോവും. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ റിയൽ വേൾഡ്. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഡിവോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പ്രാക്ടിക്കൽ വേൾഡ് ഓഫ് ഫൈനാൻസ് ആൻഡ് ദ സിലബസ് ദാറ്റ് ഇസ് ബീങ് ടോട്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് തീരെ ഇല്ല. ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവില്ലല്ലോ. പിന്നെ പ്രധാനമായിട്ടുള്ള അതാണ് ടൈം ഹൊറൈസൺ. സാധാരണ പറയും നമുക്ക് എപ്പോഴാണ് ഏറ്റവും നല്ല സമയം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഏറ്റവും കുറവ് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം വീണ്ടും കുറഞ്ഞേക്കാം. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയമാണെന്നും പറയാൻ പറ്റില്ല, അതിന് മുകളിലേക്കും പോയേക്കാം. മാർക്കറ്റ് ഹാസ് എൻ അൺകാനി എബിലിറ്റി ടു സർപ്രൈസ്. പക്ഷേ അതുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുള്ളത് ഡോണ്ട് ട്രൈ ടു ടൈം ദ മാർക്കറ്റ്. മോർ ദാൻ ടൈമിങ് ദ മാർക്കറ്റ് you spend time in the market. അതാണ് പറയുക. More than trying to time the market, spend time in the market. Spend time in the market means continue to invest systematically for a long period of time, and it will create a big surprise. You can succeed in making a fortune. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത് ചെയ്യുന്നില്ല, വാസ്റ്റ് മെജോറിറ്റി. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് ആർ നൗ സ്റ്റാർട്ടിങ് ടു ഡു ദാറ്റ്. ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 4 വർഷത്തിൽ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. മന്ത്ലി SIPs ഇന്ത്യയിൽ കഴിഞ്ഞ മാസത്തിൽ 24,500 കോടി രൂപയാണ്. ദാറ്റ്സ് എ വെരി പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്. മോർ ആൻഡ് മോർ പീപ്പിൾ ആർ ബിക്കമിങ് അവെയർ ഓഫ് ദാറ്റ്. 24,500 കോടി രൂപ ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലും അതിൻ്റെ ഒരു പ്രോഗ്രസ് കാണുന്നുണ്ട്. പിന്നെ നേരിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാം, അതിലൊരു ത്രില്ലൊക്കെ ഉണ്ട്. നേരിട്ട് സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് വെൻ യു സീ ദാറ്റ് സ്റ്റോക്ക് അപ്രീഷിയേറ്റ് യു വിൽ ബി വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. യു ക്യാൻ പാറ്റ് യുവർ സെൽഫ് ഓൺ ദ ബാക്ക്. അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അതിനുള്ള എക്സ്പെർട്ടീസ് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ആഫ്റ്റർ ഒബ്സർവിങ് thousands of investors, I know that only a minuscule minority have the expertise and time to directly invest in stocks. It requires these 2 things. You need expertise, you need time. മ്യൂച്വൽ ഫണ്ട്സ് ആകുമ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ 3 മിസ്റ്റേക്സ് ആണ്. ഒന്ന്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കം അറ്റ് ദ പീക്ക് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ലീവ് ദ മാർക്കറ്റ് ഇൻ പാനിക് വെൻ ദ മാർക്കറ്റ് കറക്ട്സ്. 2, ദേ ബൈ ലോ ഗ്രേഡ് സ്റ്റോക്സ്, ചീപ്പ് സ്റ്റോക്സ്, നോട്ട് ബ്ലൂ ചിപ്പ്. ചില ഇൻവെസ്റ്റർ കോൺഫറൻസ് കഴിഞ്ഞ് എൻ്റെ ആൾക്കാർ ഒന്ന് പറയും, സാർ നല്ല സ്റ്റോക്സിൻ്റെ പേര് പറയൂ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറയും ഉടനെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ഇൻഫോസിസ്, ITC. ഇങ്ങനത്തെ അതൊക്കെ വില കൂടുതലാണ്. HDFC ബാങ്ക് 1,700 രൂപയാണ്, ലാർസൻ ട്യൂബ് 3,400 രൂപയുണ്ട്. ഒരു 12 രൂപ വിലയുള്ള ഒരു ഷെയർ പറയും. അപ്പം ഞാൻ പറയും 12 രൂപ ഷെയർ 12 രൂപയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഗുഡ് തിങ്സ് ആർ നോട്ട് ചീപ്പ്, ചീപ്പ് തിങ്സ് ആർ നോട്ട് ഗുഡ്. അപ്പോൾ 12 രൂപയുള്ള സാധനം 6 രൂപ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. നേരെ മറിച്ച് 3,400 രൂപ LNT ആണെങ്കിൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ 7,000-8,000 ആവും, യാതൊരു സംശയവുമില്ല. അപ്പം അതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന വേറൊരു പ്രധാനമായിട്ടുള്ള മണ്ടത്തരം. ഇതിനെ ഈ 3 ചുരുക്കാം അതിനെ. അതിനോട് എനിക്ക് 1-2 പോയിന്റ്സും കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഐ തിങ്ക് ഞാനും സാറിനെ പോലെ കുറച്ച് ക്ലാസ്സസും സെഷൻസൊക്കെ ഞാനും എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിലും കിട്ടിയിട്ടുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്, വാട്ട് ക്യാൻ ഈവൺ എ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ഡൺ കൺസിസ്റ്റൻ്റ്ലി വേർ ക്യാൻ യു ഗെറ്റ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ പലരും എന്നോട് പറയും ഇതൊക്കെ എന്നോട് 20 കൊല്ലം മുമ്പ് പറയണ്ടേ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് നേരത്തെ തുടങ്ങാതിരിക്കുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു 500 രൂപ മാറ്റി വെച്ചിട്ട് തുടങ്ങേണ്ട ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്. എന്റെ മോളിൽ ആദ്യം ശമ്പളം കിട്ടിയപ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു ആദ്യത്തെ മാസത്തിന് SIP തുടങ്ങണം. അതെ, അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അത് നോട്ട് സ്റ്റാർട്ടിങ് ഏർലി എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഇതാണ്, അതായത് സെയിൽസ് പുഷ്, പ്രോഡക്റ്റ് പുഷിനകത്ത് ആളുകൾ പെട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ അടുത്ത് ഒരാൾ ഒരു പ്രോഡക്റ്റ് പുഷ് ചെയ്ത് ഇത് നല്ലതാണെന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലതോ അയാൾക്ക് നല്ലതോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം, അല്ലേ? നിങ്ങളെ നന്നാക്കാൻ വേണ്ടി അയാൾ നടക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ വെട്ടികളാണ്. വളരെ ഒബ്വിയസ് ആണത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് അങ്ങനെ നാട്ടിൽ വേറെ പല പ്രോഡക്ട്സും വിൽക്കാൻ ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ നാട്ടിൽ നിങ്ങളെ വന്ന് പുഷ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് എടുപ്പിക്കാൻ ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം അവിടെ വളരെയധികം നിങ്ങളുടെ കോസ്റ്റ് കുറവാണ്, അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സിന് റിട്ടേൺസ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെയിൽസ് പുഷ്, പ്രോഡക്റ്റ് പുഷിലേക്ക് കയറാതെ എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് ചിന്തിച്ച് അതിലേക്ക് കയറാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പോയിന്റും കൂടെ എനിക്ക് പറയാണ്ട്. പിന്നെ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഒന്നുകൂടെ വിശദീകരിച്ചോളൂ. അതെ, പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ 2-3 കണക്കുകൾ ഇങ്ങനെ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്.
അതായത് നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ എനിക്ക് 1 കോടി രൂപ വേണമെങ്കിൽ ഞാൻ 50-ാമത്തെ വയസ്സിലാണ് ഞാൻ SIP തുടങ്ങുന്നതെങ്കിൽ എനിക്ക് മാസം 43,000 രൂപ വേണം. ഞാൻ 40-ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് മാസം 10,000 രൂപ മതി. 30-ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് മാസം 2,800 രൂപ മതി. ഇതും ഞാനൊരു 12% വെച്ചിട്ട് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ 10, 15, 20, 25 വർഷത്തെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഹിസ്റ്ററിയിൽ 10 വർഷത്തിന് മേലെ SIP റിട്ടേൺസ് 15-ൽ കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് സംശയമാണ്. അപ്പോൾ നിങ്ങൾ 15% റിട്ടേൺ എടുക്കുമ്പോൾ ഞാൻ വേറൊരു കണക്ക് പറയാം. റൂൾ ഓഫ് 15 എന്ന് നമ്മൾ പതിവായി പറയുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ 15 വർഷം ചെയ്ത എല്ലാവർക്കും കിട്ടിയ ഒരു കണക്കാണ് ഇത്. ഞാൻ വെറുതെ പറയുന്ന ഒരു കണക്കല്ല. 15,000 rupees invested at 15% compounded returns for the last 15 years is equal to 1 crore. അപ്പോൾ ഇതേ സംഭവം ഒരു 10 കൊല്ലം കൂടെ നിങ്ങൾ തുടർന്നുകൊണ്ട് പോയാൽ നിങ്ങളുടെ കയ്യിൽ 10 കോടി ഉണ്ടാവും. അതായത് 15,000 രൂപ 30 വർഷത്തേക്ക് 15% റിട്ടേൺ കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നത് 10 കോടിയാണ്. ഇത് വലിയ മാജിക് ഒന്നുമല്ല. ദിസ് ഇസ് ജസ്റ്റ് പ്യുവർ അരിത്തമെറ്റിക്. അപ്പോൾ ഈ ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ അതിൻ്റെ ഒരു പവർ നിങ്ങൾ അറിയില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അയ്യോ ഈ പൈസയൊക്കെ എനിക്ക് എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്ക് തോന്നും. ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു വളരെയധികം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേറൊരു കണക്ക് പറയാം. അതായത് 1,00,000 രൂപ നിങ്ങളൊരു 7% പലിശ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടുകയാണ്. മാസം നിങ്ങൾ അതിൻ്റെ പലിശ പുറത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 ചില രൂപ മാസം കിട്ടും. ഈ 500 രൂപ കിട്ടിയിട്ട് നിങ്ങൾക്ക് എവിടെ ഒന്നും ആവാൻ പോകുന്നില്ല. മറിച്ച് ഇതേ 7% നിങ്ങൾ അത് എടുക്കാതെ വെച്ചൊരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ 1,00,000 2,00,000 ആവും. ഈ 7% പകരം നിങ്ങൾക്ക് ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ പോലെ ഒരു 14% ആണെങ്കിലോ 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ 1,00,000 3,400,000 രൂപ ആയിട്ടുണ്ടാവും. ഒരു 18% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഈ 1,00,000 എന്ന് പറയുന്നത് 5,00,000 ആയിട്ടുണ്ടാവും 10 കൊല്ലം കൊണ്ട്. അപ്പോൾ ഈ പറയുന്ന 500 രൂപ മാസം എടുത്ത് പോയി എവിടെ എത്താതെ നിൽക്കുന്നതിന് പകരം ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് കിട്ടിയാൽ നിങ്ങൾക്ക് അതിനെ വളരെയധികം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ തന്നെ ഒരു ഭാഗമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു 5 minutes വി വിൽ ജസ്റ്റ് അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 7% അതിൻ്റെ ടാക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ടാക്സ് ബ്രാക്കറ്റ് 30% ടാക്സ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഈ 7%-ൽ നിന്ന് 5% ബാക്കി ഉണ്ടാവുള്ളൂ. 5% താഴെ 4.9 ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ സ്വല്പം കൂടുതൽ കിട്ടും. ഗോൾഡ് ആണെങ്കിൽ ലോങ് റണ്ണിൽ ബെറ്റർ റിട്ടേൺസ് ഉണ്ടാവും. ഗോൾഡിന് ലിക്വിഡിറ്റി ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ സ്റ്റോക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 12% കൺസർവേറ്റീവ് ആണ്. ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ 44 വർഷം 1979-ലാണ് BSEൻ്റെ സെൻസെക്സിൻ്റെ ബേസ് ഇയർ. അന്ന് മുതൽക്ക് ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ 16% ആണ് കോമ്പൗണ്ടിങ്. 16% വെച്ച് എല്ലാ വർഷവും കോമ്പൗണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഇക്കണോമിക് ക്വസ്റ്റ്യൻ, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഇക്കണോമിക് ലോജിക് ഉണ്ട്. ഇപ്പം 1991 ഇന്ത്യ നമ്മൾ ലിബറലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ആ വർഷത്തിൽ ഇന്ത്യയുടെ GDP $310 ബില്യൺ ആയിരുന്നു. 10 മടങ്ങ് വർദ്ധിച്ചപ്പോൾ അത് 3.9 ട്രില്യൺ, ക്ലോസ് ടു 4 ട്രില്യൺ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ക്, 91-92 വർഷത്തിൽ ഇന്ത്യയിലത്തെ എല്ലാ കമ്പനികളും കൂടെ, വലിയ കമ്പനികളെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ലാഭം 7,400 കോടി രൂപയാണ്. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഓൾ ദ കമ്പനീസ് ഇൻ ഇന്ത്യ പുട്ട് ടുഗദർ വാസ് ഓൺലി 7,400 crores in a year. ഇന്ന് 3 മാസത്തിൽ 10,000 കോടി രൂപയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ ഒരുപാട് കമ്പനികളുണ്ട്. റിലയൻസ് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, TCS ഉണ്ട്, ഇന്ത്യൻ ഓയിൽ ഉണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, ONGC ഉണ്ട്, ഒരുപാട് കമ്പനികൾ. അപ്പോൾ രാജ്യം വളരുന്ന സമയത്ത് ആളുകളുടെ ഡിമാൻഡും വർദ്ധിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുന്നു. ഇനിയും ആ ഗ്രോത്ത് സ്റ്റോറീൻ്റെ സിഗ്നിഫിക്കൻസ് ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ ഒരു $2,700 ബില്യൺ $2,700 നമ്മുടെ പ്രതിശീർഷ വരുമാനം, ശരാശരി വരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ദാരിദ്ര്യമുള്ള വലിയ ആളുകൾ, വിഭാഗം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലുണ്ട്. മിഡിൽ ക്ലാസ്സിലേക്ക് വരുന്നു, ചില മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ആവുന്നു. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ കാറുള്ള ഫാമിലീസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം only 7% of families have cars in India. കേരളത്തിൽ കൂടുതലാണ്, എങ്കിലും ഇന്ത്യനെ മൊത്തം നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മളൊരു 3 ഐറ്റംസ്, വാഷിംഗ് മെഷീൻസ്, റെഫ്രിജറേറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്,
ആൻഡ് എയർ കണ്ടീഷണേഴ്സ്. ഈ 3 ഐറ്റം ഒരുമിച്ചൊരു ബാസ്ക്കറ്റായി എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിൽ 15% കുടുംബങ്ങൾക്കേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിലോ അല്ലെങ്കിൽ ഈവൻ സൗത്ത് കൊറിയ പോലെയുള്ള കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ 100% ഓഫ് ഫാമിലീസ് ഹാവ് ഓൾ ദിസ്. അപ്പോൾ ഇന്ത്യൻ്റെ ഈ നമ്മുടെ പ്രതിശീർഷ വരുമാനം ഇപ്പോൾ 2700 $4,000 $5,000 വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് ഫോർ കാർസ്, ഡിമാൻഡ് ഫോർ എയർ കണ്ടീഷണേഴ്സ്, ഡിമാൻഡ് ഫോർ റെഫ്രിജറേറ്റേഴ്സ്, എല്ലാ സാധനങ്ങളുടെ ഡിമാൻഡ് ഫോർ ഓൾമോസ്റ്റ് എവറിത്തിങ് വിൽ കണ്ടിന്യൂ ടു റൈസ്. അപ്പോൾ കമ്പനികളുടെ റവന്യൂ വർദ്ധിക്കുന്നു, ലാഭം വർദ്ധിക്കുന്നു. ലാഭം വർദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വർദ്ധിക്കുന്നത്. സ്റ്റോക്ക് പ്രൈസ് വർദ്ധിക്കുമ്പോഴാണ് ആ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് പുറകിലൊക്കെ തന്നെ, മ്യൂച്വൽ ഫണ്ടിലൊന്നും തന്നെ തീരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, ലോകത്തിൽ തന്നെ കഴിഞ്ഞ നമ്മൾ 100 കൊല്ലത്തെ 150 കൊല്ലത്തെ ഫൈനാൻഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്സ് ആർ ദ ബെസ്റ്റ് പെർഫോമിങ് അസറ്റ് ക്ലാസ്. സാധാരണ ആളുകൾക്ക് നേരിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പരിമിതികളുണ്ട്. മ്യൂച്വൽ ഫണ്ട്സാണ് ഏറ്റവും നല്ല അസറ്റ് ക്ലാസ്. അപ്പോൾ ഇതേവരെ ഇനിയും ഈ മേഖലയിൽ വന്നിട്ടില്ലാത്ത ആളുകൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ഇന്ത്യൻ്റെ ഗ്രോത്ത് സ്റ്റോറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പൊതുവെയുള്ള പ്രൊജക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭാവി എന്തായിരിക്കുന്നു ഉത്തരം എന്നെ ചോദിച്ചിരുന്നു. നമ്മുടെ പഴയ ചീഫ് ഇക്കണോമിക് അഡ്വൈസറായിരുന്ന കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം ഇപ്പോൾ പുതിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 2047 നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യാസ് GDP വിൽ ബി $55 trillion. ഇപ്പോഴുള്ള 4 trillion 55 trillion. That will be the biggest growth story of the 21st century. But very few people, മിനിസ്ക്യൂൾ മൈനോറിറ്റി ഓഫ് ഇന്ത്യൻസ്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മീറ്റിങ്ങിൽ അവർക്കൊരു പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ആ ഗ്രോത്ത് സ്റ്റോറീൻ്റെ കുറേ ഫിഗേഴ്സ്, ഇൻട്രസ്റ്റിംഗ് ഫിഗേഴ്സ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ $1 trillion ആവുന്നത് നമ്മുടെ GDP 2008 അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 വർഷം കഴിഞ്ഞിട്ട്. അടുത്ത 1 trillion ആഡ് ചെയ്യുന്നത് പിന്നത്തെ 8 വർഷത്തിലാണ്, പിന്നത്തെ 7 വർഷത്തിലാണ്. അടുത്ത ട്രില്യൺ ഉണ്ടാവാൻ പോണത് ഇനി 3 വർഷത്തിലാണ്. എനിക്ക് തോന്നുന്നു ആ 7 വർഷം തന്നെ വന്നത് കോവിഡ് കാരണം, അല്ലെങ്കിൽ 6 ആകുമായിരുന്നു. അതെ, അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താ അറിയോ, നമ്മുടെ GDP 1 trillion ആയത് 2008 പറഞ്ഞു, 60 കൊല്ലം എടുത്തിട്ട്. 5 ആവാൻ 2 വർഷം മതി, 6 7 ആവാൻ 2 വർഷം മതി, 7 8 trillion ആവാൻ 1 വർഷം മതി. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇത് പറഞ്ഞപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചോദിച്ചു, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഹു ആർ സപ്പോസ് ടു ബി എക്സ്പേർട്സ് ഇൻ ഫൈനാൻസ് ആർ നോട്ട് അവെയർ ഓഫ് ദിസ്. അതുകൊണ്ടാണ് പറയുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ നൗ ഈസ് എ ഗ്രേറ്റ് ഗ്രോത്ത് സ്റ്റോറി. അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് അവസാനമായിട്ട് ഉത്തരം പറഞ്ഞോളൂ, വാട്ട് ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ഡു. അതെ, അപ്പോൾ സാറ് വളരെ ഭംഗിയായിട്ട് അതിനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ത്യ ഈസ് ഗോയിങ് ടു ഗ്രോ വെരി ഫാസ്റ്റ്. There is lot of wealth to be created. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, we are the fastest growing economy in the world. ഇന്ത്യയിലത്തെ നല്ല കമ്പനികൾ ഒരുപാട് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള കുറേ കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്കും ഈ വെൽത്ത് ക്രിയേഷൻ്റെ ഭാഗമാവാം എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പം ഇതിന് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയ എന്താണ്? അപ്പം നമുക്ക് പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, ഞാനൊരു ഒരു ബിസിനസ് തുടങ്ങി, ഇന്നത്തെ ഒരു ഇന്ത്യയിൽ ഗ്രോത്ത് ബെസ്റ്റ് കിട്ടുന്ന ഒരു ബിസിനസ് തുടങ്ങി, അതിനെ വലിയ നിലയിൽ ഞാൻ എത്തിച്ചു, അതിലായിരിക്കാം ഏറ്റവും വലിയ വെൽത്ത് കിട്ടുന്നത്. പക്ഷേ അത് ഞാൻ പറയും എത്ര സുന്ദരമായി നടക്കാത്ത സ്വപ്നമാണ് അത്. നമ്മൾ അതിൻ്റെ പിന്നാലെ പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. 99% ആളുകൾക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാം? ഈവൻ ദാറ്റ് ഐ ഫീൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തുകൊണ്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോക്ക് പിക്കിംഗ് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഡിഫിക്കൾട്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഓക്കെ, സോ ഫൈനലി വി ആർ കമ്മിങ് ടു ദ കൺക്ലൂഷൻ. ഹൗ ഡു വി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി? ഇറ്റ് ഈസ് ടു ഗോ വിത്ത് പ്രൊഫഷണലി മാനേജ് പ്രോഡക്ട്സ്. 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ്. സോ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് ഒരു ബിരുദോ അഗാധമായ ഒരു അറിവോ ഒന്നും ആവശ്യമില്ല. തുടങ്ങാൻ കുറേ പൈസയോ ആവശ്യമില്ല. നിങ്ങളുടെ കുറേ സമയം അതും ആവശ്യമില്ല. പിന്നെ എന്താണ് വേണ്ടത്? ഒരു ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസി അത് വേണം. പിന്നെ
കാശ് കൊടുത്താൽ കിട്ടാത്ത 2 കാര്യങ്ങൾ വേണം. ഒന്ന് അച്ചടക്കം, ഒന്ന് ക്ഷമ. ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് സെനാറിയോയില് ഇപ്പൊ ഒരു മാർക്കറ്റ് ക്രാഷ് കൂടെ പോയി കൊടുക്കുകയാണല്ലോ. അപ്പം ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലാതെ സർ വേറെ ഏതാ സജസ്റ്റ് ചെയ്യുക? ഓൾറെഡി ലാർജ് ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റർക്ക് സർ വേറെ ഏത് അസറ്റ് ക്ലാസ് സജസ്റ്റ് ചെയ്യുക? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്രാഷ് എന്ന് പറഞ്ഞുകൂടാ, ഒരു പീക്കിൽ നിന്ന് 8% കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. കറക്ഷൻസ് ആർ പാർട്ട് ഓഫ് ദി മാർക്കറ്റ് സൈക്ലിക്കലാ, ലീനിയർ ആയില്ല. നേരത്തെ ഉത്തരവ് പറയേണ്ടായി, കോവിഡിന് ശേഷം മാർക്കറ്റ് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു എന്നുള്ളത്. 2003 മുതൽ 2008 വരെയാണ് ഇന്ത്യയിൽ മദർ ഓഫ് ഓൾ ബുൾ മാർക്കറ്റ്സ് എന്ന് പറയുന്ന സെൻസെക്സ് 3200 20,000 ആയിട്ട് വർദ്ധിച്ചു 2007 ആയപ്പോഴേക്കും. പക്ഷെ ആ ഒരു മാർക്കറ്റ് റാലിയിലും 3 തവണ 10%-നേക്കാളും കൂടുതൽ ക്രാഷ് ഉണ്ടായി, 2 തവണ 20%-നേക്കാളും ക്രാഷ് ഉണ്ടായി. അപ്പോൾ 8% ഇസ് നോട്ട് എ ക്രാഷ്, ഇറ്റ് ഈസ് ഓൺലി എ കറക്ഷൻ. താങ്കൾ ചോദിച്ച കാര്യം ഇവിടെ ലാർജ് ക്യാപ്പിൽ, അത് താങ്കളുടെ കൺക്ലൂഷൻ വളരെ ശരിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് ഇപ്പോഴും മാർക്കറ്റ് വാല്യുവേഷൻസ് കൂടുതലാണ്. നമ്മുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ ഇസ് അറൌണ്ട് 24, വിച്ച് ഈസ് ഓൺ ദ ഹയർ സൈഡ്. ഇഫ് യു ലുക്ക് അറ്റ് ദി ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻസ് ഇൻ ഇന്ത്യ, അതൊരു 19 എന്നുള്ളത് ഇപ്പോൾ 24 നിൽക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് നോക്കിയാൽ 21 ആണ്. അപ്പോൾ വാല്യുവേഷൻസ് കൂടുതലാണ്. പക്ഷേ ലാർജ് ക്യാപ് വാല്യുവേഷൻസ് ആർ ഈവൻ നൗ ഫെയർ. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്, പക്ഷേ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൻ്റെ വാല്യുവേഷൻസ് കൂടുതലാണ്, അവിടെ കൂടുതൽ കറക്ഷൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ ലാർജ് ക്യാപ്സ് ആണ് ഇപ്പോൾ സേഫ് ആയിട്ടുള്ളത്. പിന്നെ അത് നമുക്കൊരു കൂടുതൽ കൺസേൺ ഉണ്ടെങ്കിൽ, ഓവർ വാല്യുവേഷൻ ആണെന്നുള്ള കൺസേൺ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളൊക്കെ ഉണ്ട്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളിൽ അവർ ഇക്വിറ്റീനെ ഒന്ന് അതിൽ കോമ്പോസിഷനെ ഒന്ന് ബാലൻസ് ചെയ്യും. ഇക്വിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ ഡെറ്റ്, ഇക്വിറ്റീൻ്റെ വാല്യുവേഷൻസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കറക്ഷൻ വരാൻ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഡെറ്റ് കൂട്ടും. അല്ല, ഇക്വിറ്റി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡെറ്റ് കുറച്ചിട്ട് ഇക്വിറ്റി കമ്പോണൻറ്റ് കൂട്ടും. അതുമാതിരി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുണ്ട്. അവർ ലാർജ് ക്യാപ്പിൻ്റെ വാല്യുവേഷൻ കുറവാണ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് കൂടുതലാണെങ്കിൽ അവർ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് വിറ്റിട്ട് ലാർജ് ക്യാപ്പിലേക്ക് പോകും. അപ്പോൾ ഫ്ലെക്സി ക്യാപ്പിലേക്ക് തന്നെ പോകാവുന്നതാണ്. വല്ലതും ആഡ് ചെയ്യണ്ടോ ഉത്തര? ഓക്കെ. മൾട്ടി ക്യാപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, മൾട്ടി ക്യാപ്പിൽ നിർബന്ധമായിട്ടും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇൻവെസ്റ്റ് ചെയ്യണം. ഫ്ലെക്സി ക്യാപ്പിൽ അങ്ങനെ ഇല്ല, ഫ്ലെക്സിബിലിറ്റി. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ഫ്ലെക്സി ക്യാപ്സ്. അപ്പോൾ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ ഉയർന്ന വാല്യുവേഷൻ ആണെങ്കിൽ മിഡ് ആൻഡ് ക്യാപ്സിൽ വാല്യുവേഷൻ പിന്നെ കമ്പോസിഷൻ കുറച്ചിട്ട് ലാർജ് ക്യാപ്സ് നന്നായി കൂട്ടാം. ചില സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഇപ്പോൾ ഞാൻ നോക്കി, ഒരു ഫണ്ടിലെ ടോപ്പ് 3 സ്റ്റോക്സിൽ ഒരെണ്ണം HDFC ബാങ്കാണ്, വിച്ച് ഈസ് എ ലാർജ് ക്യാപ്പ്. കാരണം അതിൽ സേഫ്റ്റി ഉള്ളതും. താങ്ക് യു ഫോർ ദറ്റ് ഗുഡ് ക്വസ്റ്റ്യൻ. ഹലോ സർ, നമസ്കാരം. എൻ്റെ പേര് സോയൽ എന്നാണ്. ഞാൻ ഒരു മീഡിയ ഓണറാണ്, ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ കമ്പനിയുടെ പേര് ചിറക്കൽ മീഡിയ എന്നാണ്. ഞാൻ ഏകദേശം ഒരു 3 വർഷമായിട്ട് അറൗണ്ട് വേൾഡ് 38 കൺട്രീസായിട്ട് എൻ്റെ ടെക്നോളജി ഷെയർ ചെയ്യുന്നത്, BSc NSE ഉൾപ്പെടെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾസോ മാനേജിങ് കൺട്രോളിങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. വേൾഡ് ബാങ്ക് ഓൾസോ കണക്റ്റഡ് ആണ്. അവർക്കൊക്കെ സൊല്യൂഷൻസും അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഈ രണ്ടിൽ സാറിൽ ഒരു ഒപ്പീനിയൻ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും, അതോടൊപ്പം ഇപ്പം ട്രേഡാണ് ട്രെൻഡ്, ഈ ട്രേഡിനെ കുറിച്ചിട്ട് ഇപ്പോൾ സാറ് മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ പറഞ്ഞു, ട്രേഡിനെ കുറിച്ചിട്ട് ഒരു ഒപ്പീനിയൻ. അതുകൂടാതെ ഞാൻ ഇപ്പോൾ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യയിൽ വേൾഡ് എക്കണോമിക്കിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണ് നിലവിൽ. വേൾഡ് എക്കണോമിക്കിൽ വേൾഡ് 10 രാജ്യങ്ങൾ എനിക്കറിയുന്നതാണ്. അതിൽ ഈ ഗ്രോത്ത് സ്റ്റോറി സാറ് പറയുണ്ടായി. വേൾഡ് എക്കണോമിക്കിൽ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് 2035 വരുമെന്ന്, വേൾഡ് എക്കണോമിക്കിൽ 2035 ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് വരുമെന്ന് പാർലമെന്റ് ഓഫ് ഇന്ത്യയിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ് സോയിൽ എന്ന് പറയും ഞാൻ. 2027 സംഭവിക്കും. ഇല്ല, സോറി, 2035 ഐ പ്രെഡിക്റ്റ് ഇൻ പാർലമെന്റ് ഓഫ് ഇന്ത്യ, നോ മോർ അതർ പ്രെഡിക്റ്റ്. അപ്പം സാറിനടുത്ത് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ട്രേഡ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഗ്രോത്ത്, ഈ എക്കണോമിയെ കുറിച്ച് സാർ ഒരു എക്കണോമിക് ക്രൈസിസിനെ കുറിച്ച്. ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എ കളക്ഷൻ ഓഫ് ഷെയർസിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ. അതിൽ നമ്മൾ പറയാം പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഒരു കമ്പനി പുതുതായിട്ടുള്ള ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഇപ്പോൾ അടുത്ത കാലത്ത് ഹുണ്ടായിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിനെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. ആ ഷെയർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്, അത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. ദാറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ്. അപ്പോൾ ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഷെയർ മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്, ബോത്ത് ആർ ദ സെയിം. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു.
നമ്മളിപ്പോൾ ഓൾറെഡി വി ആർ ദ 5th ലാർജസ്റ്റ്. ഇനി നമ്മൾ മുമ്പിലുള്ളത് അമേരിക്ക, ചൈന, അത് ഒപ്പം എത്താൻ ഒരുപാട് വർഷങ്ങളെടുക്കും, ഡെക്കേഡ്സ് എടുക്കും. 3rd പൊസിഷനിലുള്ളത് ജപ്പാനും പിന്നെ ജർമ്മനിയാണ്. Germany and Japan. 5th is India. Germany is growing at 0.7%. Japan is growing at 1%. India is growing at 7%. But even if we don't do any magic, we will be overtaking them by 2027, not 2032. This is IMF's projections. It is only common sense. 2027 ആവും. അപ്പോൾ ആ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാവും. ഒരുപാട് ഇപ്പോൾ ഈ മനുഷ്യൻ്റെ 2 ഇമോഷൻസ് പറയുന്നത്, സൈക്കോളജിയിൽ പറയുന്നത് ഗ്രീഡ് ആൻഡ് ഫിയർ 2 ഇമോഷൻസ് ഉണ്ട്. ഗ്രീഡ് ഈസ് എ നോർമൽ ഹ്യൂമൻ ഇമോഷൻ, ബട്ട് യു ഷുഡ് കൺട്രോൾ ഗ്രീഡ്. യു ഷുഡ് നോട്ട് അലൗ ഗ്രീഡ് ടു ഓവർ പവർ യു. ഇന്നിപ്പോൾ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് പുതുതായി വിപണിയിലേക്ക് വന്നിട്ടുള്ള ചെറുപ്പക്കാരിൽ വലിയൊരു വിഭാഗം ദേ വാണ്ട് ടു ഗെറ്റ് റിച്ച് ക്വിക്ക്. There is no shortcut to success. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് കാശുണ്ടാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പേഷ്യൻസ് വേണം. അത് ഉത്തരേ പറയുണ്ടല്ലോ, 2 കാര്യങ്ങൾ വേണം. 1 അച്ചടക്കം വേണം, ക്ഷമ വേണം എന്ന് പറയുമല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, ടു മേക്ക് എ ഫോർച്യൂൺ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് യു നീഡ് ഓൺലി 2 things. 1, an ordinary person's intelligence, which all of us have. 2, 10 persons patience, which most of us do not have. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ ഈ ട്രേഡിങ്ങിലേക്ക് പോകുന്നുണ്ട്, F&Oയിലേക്ക് പോകുന്നുണ്ട്. ഐ വുഡ് സേ അവോയ്ഡ് ഇറ്റ് ലൈക്ക് ദ പ്ലേഗ്. കാരണം എന്താ വെച്ചാൽ സെബീൻ്റെ തന്നെ അടുത്ത കാലത്ത് വന്ന സ്റ്റഡി ഉണ്ട്. F&Oയിൽ പോയിട്ട് ട്രേഡ് ചെയ്തിട്ട് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പോണ ആളുകളിൽ 92.5% ആളുകൾക്കും കാശ് പോവാണ്. കഴിഞ്ഞ വർഷത്തിൽ മൊത്തം പോയത് 51,600 കോടി രൂപയാണ്. ദാറ്റ് ഈസ് എൻ ഏരിയ ഓഫ് സീരിയസ് കൺസേൺ ഫോർ സെബി, ഫൈനാൻസ് മിനിസ്ട്രി ആൻഡ് ഓൾസോ ഫോർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ ഡോണ്ട് ട്രേഡ് ഇൻ ദ മാർക്കറ്റ്, ബി എൻ ഇൻവെസ്റ്റർ. If you're an investor, 99.99% you will make money unless you do something stupid. But if you are a trader, there is a very high probability that you will lose your shirt, lose everything. എന്തായാലും സെബിയുടെ ഈ ഒരു സ്റ്റഡി നമ്മളൊക്കെ പറഞ്ഞതിൽ മുഴുവൻ തെറ്റല്ല എന്ന് വന്നില്ല സാറേ. നമ്മൾ പണ്ടൊക്കെ പറയുമ്പോൾ എന്തോ എല്ലാവർക്കും നിങ്ങൾക്ക് വിവരമൊന്നുമില്ല, ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് യു ഡോണ്ട് നോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ജയിച്ച കഥകളെ പുറത്ത് വരുള്ളൂ, തോറ്റ കഥകൾ പുറത്ത് വരില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പം സെബി തീർത്ത് പറഞ്ഞു 92% ആളുകൾക്ക് നഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു റിസ്ക് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്നത് ഒന്നല്ല. അപ്പോൾ പല വഴികളുണ്ട്. എന്താണ് തെറ്റായ വഴി എന്നുള്ളതിന് സാറ് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിൽ വെച്ചാൽ മതി. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു ടേമാണ് റീബാലൻസിങ്. ഈ റീബാലൻസിങ് ഓഫ് സ്റ്റോക്സ് അത് എപ്പോഴാണ്, when is the ideal time to do it? റീബാലൻസിങ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു അസറ്റ് അലൊക്കേഷനിൽ എത്ര ശതമാനം ഏത് അസറ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ ഇടണം എന്നതും, ആ ഒരു അസറ്റ് ക്ലാസ് വല്ലാതെ അതിൻ്റെ ആ ഒരു നമ്മൾ നിശ്ചയിച്ച പരിധിയിൽ നിന്ന് വല്ലാതെ മാറുമ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഒരു അസറ്റ് അലൊക്കേഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റീബാലൻസിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 20-30% എനിക്ക് ഡെറ്റിലേക്കുള്ള ഒരു ഇത് വേണം. ഒരു 40 to 50% ഞാൻ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. 10% ഞാൻ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളത് ഞാൻ എൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഞാനൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന സ്റ്റോക്ക് മാർക്കറ്റ് ബൂമിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു 40% ആണ് ഞാൻ ഈക്വിറ്റിക്ക് ഉദ്ദേശിച്ചതെങ്കിൽ അത് പെട്ടെന്ന് കൂടി 50% ആയി. അങ്ങനെ വരുമ്പോൾ ഞാൻ ആ 10% പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും ഞാൻ കുറഞ്ഞു പോയ അസറ്റ് ക്ലാസ്സിലേക്ക് വീണ്ടും ഞാൻ അതിനെ നിക്ഷേപിച്ചിട്ട് വീണ്ടും എൻ്റെ ലെവല് ശരിയാക്കുന്നു. അതാണ് റീബാലൻസിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രോബബ്ലി ഐ ഫീൽ ഒരു വൺസ് ഇൻ എ ഇയർ നിങ്ങളുടെ ഈ ഒരു അസറ്റ് അലൊക്കേഷൻ നോക്കിയാൽ മതി. കൂടെ മാസം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വൺസ് എ ഇയർ യു ചെക്ക് നിങ്ങളുടെ ഈ അസറ്റ് അലൊക്കേഷൻ എവിടെ നിൽക്കുന്നു, അതിനനുസരിച്ചിട്ട് ചെറുതായ രീതിയിൽ നമ്മൾ ടാക്സ് ഇംപ്ലിക്കേഷനും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം കൂടെ അത് ചെയ്യുമ്പോൾ ഇപ്പം അറിയാം, നമുക്ക് സ്റ്റോക്സിലൊക്കെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലായാലും ഒരു വർഷത്തിനുള്ളിലൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് വരും. ടാക്സ് അധികം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ റീബാലൻസിങ് ചെയ്ത് പോവാവുന്നതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് പ്രോസസ് ടു ഡു. യു ഷുഡ് ഡു ദാറ്റ്. യാ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഉത്തരേന്റെ വീഡിയോസ് ഉണ്ട് ഈ അസറ്റ് അലോക്കേഷനെ കുറിച്ചിട്ട് സുദീർഘമായിട്ട്, അത് കണ്ടോളൂ. 10,000 രൂപ ഉണ്ടെങ്കിൽ 2 മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ ഒരു 10 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ നല്ലത്?
10,000 രൂപ ചെയ്യുകയാണെങ്കിൽ മാസം 10,000 രൂപ ചെയ്യുകയാണെങ്കിൽ Okay. 2 ഫണ്ടിൽ 5,000 രൂപ വെച്ച് ചെയ്യുകയാണോ ആ. 10 ഫണ്ടിൽ ചെയ്യുകയാണോ? 10 ഫണ്ടിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 10 ഫണ്ടിൽ ചെയ്യുന്ന സമയത്ത് അത് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ ഗോളിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു 3 വർഷം കഴിഞ്ഞാൽ എടുക്കാനുള്ളതാണോ, 5 വർഷം കഴിഞ്ഞാൽ എടുക്കാനുള്ളതാണോ, അല്ലോ 10 കൊല്ലം കഴിഞ്ഞോ 15 കൊല്ലം കഴിഞ്ഞിട്ടോ എടുക്കാനുള്ളതാണോ? 15 വർഷം ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് കാശ് എടുക്കാനാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. 15 വർഷത്തെ ഒരു ടൈം ഹൊറൈസൺ ഉണ്ടാവുമ്പോൾ നാച്ചുറലി യു ഷുഡ് ബി ചൂസിങ് എൻ ഇക്വിറ്റി ഫണ്ട്. ഇക്വിറ്റി ഫണ്ടിൽ എപ്പോഴും ഒരു 10,000 രൂപ നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു 50% കൂടുതൽ ഐഡിയലി ഒരു ലാർജ് ക്യാപ് ഫണ്ടിലാണ് നല്ലത്. ലാർജ് ക്യാപ് ഫണ്ടാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലെക്സി ക്യാപ്പിൽ ഫണ്ടിൽ ഇടാം. 15 വർഷം ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഡെറ്റ് ഫണ്ടിലേക്കൊന്നും പോകേണ്ട കാര്യം തന്നെയില്ല. 10 ഫണ്ടിലേക്ക് ഒരിക്കലും പോകണ്ട. കൺഫൈൻ ഇറ്റ് ടു 2 or maximum 3 ഫണ്ട്സ്. പേര് ഷാദുൽ എന്നാണ്. കേൾക്കണ്ട്, പറഞ്ഞോളൂ. സാറ് നേരത്തെ പറഞ്ഞ 92% പറഞ്ഞില്ലേ F&O പൈസ കളിച്ചിട്ട് പോയിന്നുണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമോ? 99% F&O ലോസിനെ കുറിച്ച് പറഞ്ഞില്ലേ സാർ? അതാണ് അതിൽ പെട്ട ഒരാളാണ് ആ. ഈ അതിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഓക്കെ ഓക്കെ. പിന്നെ ഈ സെബി റെഗുലേഷൻസ് വളരെ ദുർലഭമാണ്. മീൻസ് ഒരു ഭയങ്കര വീക്കാണ് ഇപ്പോൾ. ഈ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇവിടെ ഫണ്ടിട്ട് കളിച്ചിട്ട് ഒരിടത്ത് പോവാണ് സാധാരണ സംഭവിക്കുന്നത്. ഇപ്പം അദാനിന്റെ കേസ് തന്നെയാണ്, ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ വന്നു. എന്നിട്ടിപ്പം സ്റ്റോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ ഇതിനൊരു റെഗുലേഷൻ എന്നൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാന്നുണ്ട്. മനസ്സിലായി? എന്നത്തേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതുവരെ നല്ല റെഗുലേഷൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ സെബി. കേട്ടോ മുഴുവനും? അതായത് സെബി പ്രോപ്പറായിട്ട് റെഗുലേഷൻസ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? സാറിനോടാണ് ചോദിച്ചത്. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു വളരെയധികം ഒരു പ്രോ ആക്റ്റീവ് എന്ന് ഞാൻ പറയും ആയ ഒരു റെഗുലേറ്ററാണ് സെബി. ഓരോ ഘട്ടത്തിലും ഞാനിപ്പോൾ 27 വർഷമായിട്ട് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ഇതിൽ ഓരോ തവണയും സെബി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ട് ഇനി ഞങ്ങളുടെ കച്ചവടം ഇവിടെ നിർത്തിപ്പോവും എന്ന് പലതവണ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ അവിടെ നിന്നും മാർക്കറ്റിന് സ്ട്രെങ്ത് കൂട്ടി ഇൻവെസ്റ്റേഴ്സിനെ സേഫാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റെഗുലേറ്റഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇൻ ദ വേൾഡ് ടുഡേ. ഒരു തരത്തിലും സാറാണ് പറയേണ്ടത്. സാറ് ബാക്കി പറഞ്ഞോളൂ. സാറിനോടാണ് ചോദിച്ചത്. ട്രേഡർ ആയിരുന്നു, മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരുന്നു അല്ലേ? F&Oയിൽ കാശ് പോയി എന്നാണോ പറഞ്ഞത്? അത് ഐ എം നോട്ട് അറ്റ് ഓൾ സർപ്രൈസ്. നേരത്തെ പറഞ്ഞില്ലേ 92.5% ആളുകൾക്കും കാശ് പോകണമെന്നാണ്. അത് ഒഴിവാക്കാൻ നല്ലത്. അതൊരു അഡിക്ഷനെ പോലെയാണ്. അത് ഒഴിവാക്കാൻ നല്ലത്. അപ്പം നേരെ വെച്ചത് ഈ കാശ് പോയിട്ടുള്ളത് നേരെ മ്യൂച്വൽ ഫണ്ടിലൂടെ SIP ആണ് ചെയ്തിരുന്നെങ്കിൽ യു വിൽ ബി ലോഫിങ് ഓൾ ദ വേ ടു ദ ബാങ്ക്. എന്തായാലും ഇതിനകത്ത് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത് ആരറിയോ? ഈ F&Oയിൽ ഈ അൽഗോറിതമിക് ട്രേഡേഴ്സാണ്. അൽഗോറിതമിക് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അൽഗോറിതമിക് മോഡൽസൊക്കെ വെച്ച് കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന വളരെ കുറച്ച് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും പ്രൊപ്രൈറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമേ കാശ് കിട്ടിയിട്ടുള്ളൂ. സാധാരണ ആളുകൾക്കൊക്കെ കാശ് പോവും. അതുകൊണ്ടാണ് സെബി അതിനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ തന്നെ. ഞാൻ 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡോണ്ട് ട്രേഡ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് ആൾക്കാർ, ഒരുപാട് പേര് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു, കുറച്ച് പേര് അതിനെ കമൻറ്റ് ചെയ്തു, നിങ്ങൾ എന്തിനാ അതിനെ ഡിസ്കറേജ് ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനുഭവം ഇതാണ്. അദ്ദേഹം പറഞ്ഞത് 99.99% യു വിൽ മേക്ക് മണി, ബിഗ് മണി, ബീറ്റിംഗ് റിട്ടേൺസ് ഫ്രം ഓൾ ദ അസറ്റ് ക്ലാസ്സസ് ഇഫ് യു ആർ എൻ ഇൻവെസ്റ്റർ. ബട്ട് ഇഫ് യു ആർ എ ട്രേഡർ certainly you will lose 93%. We'll conclude that. Thank you once again. ഒന്നുകൂടെ ഇത്രയും വളരെ ലൈവായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഓഡിയൻസിനോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.